കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇത്രയും ജനനിബിഡമായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർന്ന സ്ഥലങ്ങളിലേക്ക് അതേപടി ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡ് ആവാൻ വേണ്ടി പാടില്ല. ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2025 നവംബർ 2 രാജസ്ഥാനിലെ ഫലോദിയിൽ നടന്ന ഒരു വലിയ അപകടം ഇന്ന് രാജ്യത്തെ ഹൈവേ നിയമങ്ങളുടെ തലവര മാറ്റുന്ന നിയമത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്താണ് ഈ നിയമം? അന്ന് 15 പേരാണ് ആ അപകടത്തിൽ മരിച്ചത്. നിർത്തിയിട്ട ട്രക്കുമായി ഒരു ടെമ്പോ ട്രാവൽ കൂട്ടിയിടിക്കുന്നു. അതിൽ 15 തീർത്ഥാടകർ മരിക്കുന്നു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഇതിന് പിന്നാലെ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുന്നു. ഇതായിരുന്നു ഇതിന്റെ നാൾ വഴി. പക്ഷേ പിന്നീട് നടന്നത് ഒരു ചരിത്രമാണ്. ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സുപ്രീം കോടതി നിർദ്ദേശം വലിയ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷയം സുപ്രീം കോടതിയുടെ ഈ ഒരു തീരുമാനത്തെ ഞാൻ ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ പ്രാക്ടീസിന്റെ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ അതിനെ സ്വാഗതം ചെയ്യാണ്. കാരണം ഈ സ്ഥലത്തെ ബാധിക്കുന്നതിലുപരിയായിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സുപ്രീം കോടതി എടുത്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ നവംബർ മാസം 2-ാം തീയതി രാജസ്ഥാനിലെ ഫലോദിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഏകദേശം 15ഓളം ആളുകളാണ് അതിൽ മരണപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു ആക്സിഡന്റിൽ ഒരു ചെറിയൊരു ഒരു കൊച്ചു കുഞ്ഞ് അവിടെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയൊരു കുട്ടി അവിടുന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടാവാറുണ്ട്. സാധാരണ വിഷയം എന്ന് പറഞ്ഞാൽ ഈ റോഡ് സൈഡിൽ ഈ ട്രക്കുകൾ നിർത്തിയിടും. ഈ ഡാബകളുടെയൊക്കെ മുമ്പിലായിട്ട് ഒരു നിയന്ത്രണമില്ലാതെ നിരന്തരമായി രാത്രി കാലങ്ങളിൽ ഇത് ശ്രദ്ധിക്കാതെ മറ്റു വാഹനങ്ങൾ വന്ന് അതിൽ ഇടിച്ച ആളുകൾക്ക് മരിക്കുന്ന ഒരു അവസ്ഥ സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ഇപ്പോൾ റോഡ് സുരക്ഷാ കമ്മിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ കോമൺവെൽത്ത് ഗെയിംസ് വില്ലേജിലാണ് താമസിക്കുന്നത്. അവിടെ തന്നെയുള്ള ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള റിട്ടയർഡ് ജസ്റ്റിസ് മനോജ് സാപ്രെ സാറാണ് അതിന്റെ ഹെഡ് ചെയ്യുന്നത്. സാറ് കുറച്ച് അപ്പുറത്ത് താമസിക്കുന്നത്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു അപകടം കണ്ടപ്പോൾ സുപ്രീം കോടതി സ്വന്തമായി എടുത്തൊരു കേസാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. അതിൽ ആ ഓർഡറിൽ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ജനങ്ങളെ ഡയറക്റ്റ് ബാധിക്കുന്നതും ഈ കേസിന്റെയൊക്കെ തുടക്കമായിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ മെയിൻ റോഡിൽ നിന്ന് ഒരു 40 മീറ്റർ മാറി മാത്രമേ എന്തെങ്കിലും പുതിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ്, ഇപ്പോൾ അതിന്റെ ഭൂമിയുടെ തരം മാറ്റൽ എന്നാണ് പറയുന്നത്, ചെയ്യാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇതോടുകൂടിയിട്ട് ഇപ്പോൾ എന്റെ കക്ഷി ഈ കേസിൽ, ഞാൻ കക്ഷിയുടെ പേര് പറയുന്നില്ല, എന്റെ കക്ഷി അനുഭവിക്കുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് 10 സെന്റ് സ്ഥലമാണ്. ഈ 10 സെന്റ് സ്ഥലത്തിൽ 3 സെന്റ് സ്ഥലം ഓൾറെഡി അവര് റോഡ് വികസനം വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ 7 സെന്റ് സ്ഥലമാണുള്ളത്. ഇപ്പൊ 7 സെന്റ് സ്ഥലത്തിൽ നിന്ന് ഈ 40 മീറ്റർ കൂടി മാറിപ്പോയാൽ എത്രത്തോളം സ്ഥലം ബാക്കി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ വലിയ ധാരണയൊന്നുമില്ല. ഒന്നിനും ഒരു സ്ഥലത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലമായിട്ടത് മാറും. കാരണം റോഡ് വീതി കൂട്ടാൻ വേണ്ടി സ്ഥലം എടുക്കുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിനുള്ള പൈസ കൊടുക്കുന്നുണ്ട്. അവർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ ഒരു വ്യക്തതയുമില്ല. ഈ റോഡ് ഈ സ്ഥലം വിടുന്നതിനെതിരെ സ്ഥലം വെറുതെ ഒന്നും തരം മാറ്റരുതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഉപയോഗം ഇല്ലാതെയായി പോകുന്നതോട് കൂടിയിട്ട് അതിന് എന്ത് വരും എന്നതിനെ കുറിച്ചിട്ട് കോടതിയിൽ ഒരു വ്യക്തതയില്ല. ഇപ്പൊ ഈ 17-ാം തീയതി കേസ് വരുമ്പോഴും റിപ്പോർട്ട് വരുമ്പോഴും കാരണം ഒരു ധാരണയില്ലാതെ തന്നെയാണ് ഇതുപോലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ കാര്യത്തിൽ നമ്മൾ ഈ കാര്യങ്ങൾ കോടതി ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഈ റോഡ് സേഫ്റ്റി അതോറിറ്റി ഉണ്ട്, ആ അതോറിറ്റിക്ക് മുമ്പാകെ ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൂടി കേട്ടുകൊണ്ട് മാത്രമേ ഈ സ്ഥലം ഏറ്റെടുപ്പോ ബാക്കിയുള്ള കാര്യങ്ങളോ ചെയ്യാവൂ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ കേരളത്തെ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴൊക്കെ നമ്മൾ വീടെല്ലാം വന്ന് റോഡിന്റെ നടുവിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ മതിലെല്ലാം റോഡ് തന്നെയാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു സ്ഥലങ്ങളിലും ഈ റോഡ് ഹൈവേയുടെ സ്ഥലങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള വീടുണ്ടാക്കാനോ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യാനോ ഒന്നിനും വളരെ കാര്യങ്ങൾ നിയന്ത്രണം വരുന്ന ഒരു അവസ്ഥയിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മളുടെ ആളുകൾ അനുഭവിക്കേണ്ടി വരും. ഇത് കോടതി ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു നടപടിയാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വ്യക്തമായിട്ട് 2 ഭാഗവും കേട്ട് അവരെ കാര്യങ്ങളുടെ പരിഗണിച്ച് ഇത് ഒരു റോഡ് അക്വിഷൻ ആണെങ്കിൽ, സ്ഥലമേറ്റെടുപ്പാണെങ്കിൽ അങ്ങനെ ഒരു നിവൃത്തിയില്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. അതും വേറൊരു കാര്യം, ഈ ഹൈവേയിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇതുപോലെ സ്ഥലം ഇടേണ്ട കാര്യങ്ങളുണ്ടോ? കാരണം പലപ്പോഴും പല സ്ഥലത്തും വണ്ടി നിർത്തിടാറൊന്നുമില്ല. വളരെ വളരെ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് വാഹനങ്ങൾ നിർത്തിടാറുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ഒരു ഗ്യാപ്പ് വെക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാം പഠിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട ഒരു സമിതിയെ ഉണ്ടാക്കിക്കൊണ്ട്, കാരണം ഇതൊരു ടീമിനെ വെച്ചിട്ടുണ്ട്. നമ്മളെ
ഒരു സീനിയർ അഡ്വക്കേറ്റ് നന്ദകർണി എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്ന് അറിയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് റിപ്പോർട്ടും വന്നിട്ടുണ്ട്. ഇതിന് മുമ്പും ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷെ ശാസ്ത്രീയമായി ഈ കാര്യത്തിൽ പഠിച്ചുകൊണ്ട്, കാരണം മനുഷ്യന് സ്വത്തിനുള്ള അവകാശമുണ്ട്, ആർട്ടിക്കിൾ 300 ഒക്കെ ഉണ്ട്, അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ആരെയും കേൾക്കാതെ ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവിലൂടെ നമ്മൾക്ക് അവകാശപ്പെട്ട സ്ഥലം കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഈ വിഷയം നമ്മൾ ശക്തമായി തന്നെ സുപ്രീം കോടതിയുടെ മുമ്പിൽ അവതരിപ്പിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ കേസ് ഫയൽ ചെയ്ത് 17-ാം തീയതി കോടതിയിൽ ഈ കാര്യങ്ങൾ പറയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ 3 സംസ്ഥാനങ്ങളാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചത്. ബാക്കി സംസ്ഥാനങ്ങളോട് 2 ആഴ്ചക്കകം തീരുമാനമെടുത്ത് അറിയിക്കാനാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അല്ലാത്ത പക്ഷം ചീഫ് സെക്രട്ടറിമാരുൾപ്പെടെ കോടതിയിൽ ഹാജരാകേണ്ടി വരും. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് ഉടനടി ഒരു തീരുമാനമെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കും. ഈ എല്ലാ സംസ്ഥാനങ്ങളോടും ഇപ്പൊ നമ്മൾ ഈ ആഴ്ച തന്നെ, ഇപ്പൊ 17-ാം തീയതി അല്ല, ഒരു 25th മുമ്പായിട്ട് എല്ലാവരും അതിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകേണ്ടി വരും. ആ ഓർഡറാണ് കഴിഞ്ഞ 13-ാം തീയതി ഉണ്ടായിട്ടുള്ളത്. ആ ഓർഡർ വരുന്ന സ്ഥിതിക്ക് എല്ലാവരും അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. പക്ഷെ ഈ ഒറ്റയടിക്ക് നടപ്പാക്കുന്നത് ആളുകളെ കേൾക്കാതെയും അവരുടെ വിഷയങ്ങൾ കേൾക്കാതെ എങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഈ പ്രശ്നങ്ങൾ ചീഫ് സെക്രട്ടറിമാര് കോടതിയിൽ മുമ്പ് കൊണ്ടുവന്നത് അവതരിപ്പിക്കും. സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളിൽ സന്തോഷിക്കാൻ വകകൾ ഏറെയാണ്, പ്രത്യേകിച്ച് രാത്രികാല യാത്രകൾ നടത്തുന്നവർക്ക്. പക്ഷേ ആ വിധിയിൽ ഒരു നിർദ്ദേശം കേരളത്തെ ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇന്ന് കേരളത്തിന്റെ പല വികസന പ്രവർത്തനങ്ങളും തടസ്സപ്പെടാൻ കാരണം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അടുത്തിടെ കേരളത്തിന്റെ ദേശീയപാത വികസനവുമായി സ്ഥലം വിട്ടുകൊടുത്തവർ വീണ്ടും സ്ഥലം വിട്ടുകൊടുക്കേണ്ട സ്ഥിതി വരുമോ എന്നതാണ് ആശങ്ക. ആ ആശങ്ക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാത്രമല്ല, രാജ്യത്ത് മൊത്തമുള്ള ജനങ്ങൾക്കുമുണ്ട്. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ ഇത്രയും ജനനിബിഡമായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർന്ന സ്ഥലങ്ങളിലേക്ക് ഈ അതേപടി ഇത് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൊണ്ടുവരണം. അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള എല്ലാ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും ഇപ്പോൾ ലാല് പറഞ്ഞതുപോലെ മറ്റുള്ള സ്ഥലങ്ങൾ രാജസ്ഥാനിലും ബീഹാറിലും UP-യിലൊക്കെ ഇഷ്ടംപോലെ റോഡിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളാണ്. റോഡെല്ലാം വളരെ കാലിയാണ്. കേരളം എന്ന സംസ്ഥാനം അങ്ങനെയല്ലല്ലോ. കേരളത്തിനെ ഇത് ഒരു വല്ലാത്ത രീതിയിൽ ബാധിക്കും. അപ്പോൾ ആ ഓരോ എല്ലാവർക്കും ഒരേ, നമ്മൾ പറയുമല്ലോ എല്ലാ കവുങ്ങിനും ഒരേ തളപ്പ് കിട്ടാന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡ് ആവാൻ വേണ്ടി പാടില്ല. ഓരോ സ്ഥലങ്ങളുടെയും വ്യക്തമായ ഭൂപ്രദേശത്തിന്റെ രീതിയും ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുടെ അവരുടെ പ്രശ്നങ്ങളോട് മനസ്സിലാക്കിക്കൊണ്ട് അതാത് പ്രദേശത്തിന് യോജിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനം സുപ്രീം കോടതി എടുക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഈ സുപ്രീം കോടതി ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ കേസ് ഫയൽ ചെയ്യുന്നത്. നാഷണൽ ഹൈവേയിൽ ട്രക്കുകൾ പോലുള്ള വലിയ വാഹനങ്ങൾ നിർത്തുന്നത് തടയുക, സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആംബുലൻസ് സർവീസുകൾ ഉണ്ടാക്കുക തുടങ്ങി പ്രധാനപ്പെട്ട പല വിഷയങ്ങളും സുപ്രീം കോടതി ഉന്നയിച്ചത് സ്വീകാര്യമാണ്. പക്ഷേ 40 മീറ്ററിൽ കെട്ടിടങ്ങൾ പാടില്ല എന്ന നിർദ്ദേശം കേരളം പോലുള്ള സംസ്ഥാനത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ്. പ്രധാനമായും നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം വിട്ടുകൊടുത്തവർക്ക് ഇനിയും ഈ 40 മീറ്റർ കൂടി വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഇവർക്ക് അർഹമായ നഷ്ടപരിഹാരം കിട്ടുമോ എന്നതും മറ്റൊരു വിഷയമാണ്. ഇത് അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവര് ഒന്ന് സംഘടിച്ചുകൊണ്ട് ഒരു കൂട്ടമായിട്ട് സുപ്രീം കോടതിയിലേക്ക് വരിക, അതുപോലെ തന്നെ അവരൊരു റെപ്രസെന്റേഷൻ ഗവൺമെന്റിന് കൊടുക്കുക. ചീഫ് സെക്രട്ടറിയോട് പറയണം ഞങ്ങളുടെ ഈ കാര്യങ്ങൾ കൂടി എല്ലാവർക്കും സുപ്രീം കോടതിയിലേക്ക് വരാൻ കഴിഞ്ഞു എന്ന് വരില്ല. പക്ഷെ അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാണ്. അവർക്ക് എന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറെ വീഡിയോകളൊക്കെ വരുന്നുണ്ട്. എന്റെ ചില അറിയുന്ന ആളുകളൊക്കെ നമ്മളെ ഈ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഈ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ആളുകൾക്ക് ഇതിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് പോലെയും കൂടി വരാവുന്ന കാര്യങ്ങളാണ്. അവർക്ക് വരുന്ന പക്ഷം അവരെ സഹായിക്കാനും അവർ പ്രശ്നങ്ങൾ കോടതി അവതരിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ്. ആർക്കാണോ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉള്ളതെങ്കിൽ അവർക്ക് നമ്മൾ ബന്ധപ്പെടുന്ന പക്ഷം നമുക്ക് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാക്കണം. സോഷ്യൽ വർക്ക് ചെയ്യുന്ന നമ്മളൊരു സോഷ്യൽ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഏതെങ്കിലും ആളുകൾക്ക് ഇത് വ്യക്തിപരമായി ബാധിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുന്ന പക്ഷം, അല്ലെങ്കിൽ ഒരു സംഘമായിട്ട് വരിക, ഒരു സൊസൈറ്റി ആയിട്ട് വരിക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് വരിക, വന്നുകൊണ്ട് അവരെ കാര്യങ്ങൾ കൂടി കോടതിയിൽ പറഞ്ഞ് അവരെയും കൂടി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം ഒരു ഉത്തരവുണ്ടാക്കാൻ എന്ന് നമുക്ക് കഴിയും. ആർക്കെങ്കിലും ഇതുമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അവർ ചെയ്യേണ്ടത് ചീഫ് സെക്രട്ടറിയുടെ മുമ്പാകെ, ഗവൺമെന്റിന് മുമ്പാകെ ഒരു റെപ്രസെന്റേഷൻ കൊടുത്തിട്ട് ഇത് പറയണം, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, അത് സർക്കാരിനോട് തന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി പറയാം. ഇതിലിപ്പോ പ്രധാന വിഷയം, ഈ മുമ്പ് നമ്മൾ ഈ കേരളവുമായി ബന്ധപ്പെട്ട സമരം
കണ്ടു. അതേപോലെ തന്നെ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് സ്ഥല ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളിൽ 65 മീറ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്ര പോലും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് വലിയ സമരങ്ങൾ നടന്നു. ഇപ്പൊ കേരളയിൽ പ്രധാനമായിട്ട് കേരളയിലായിരുന്നില്ല നമ്മുടെ വിഷയം, ഭൂമിയില്ലാത്ത പ്രശ്നമാണ്. അപ്പൊ ഇപ്പോഴും ഈ പൊതുസമൂഹം ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇത്ര വലിയൊരു വിധി അല്ലെങ്കിൽ ഇത്ര ഒരു നിർദ്ദേശം സുപ്രീം കോടതി വന്നിട്ടും പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിൽ പ്രതികരിച്ചിട്ടില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് വരാൻ പോകുന്നൊരു ഈ വിഷയം ആൾക്ക് നോട്ടീസ് കൊടുക്കുകയും അവരെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയക്കാർ സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഇതുപോലെ ഒരുപാട് വിധികൾ വരാറുണ്ട്. അത് അഭിഭാഷകർ കാരണം ഇപ്പൊ ഗവൺമെന്റ് മാറിയത് കൊണ്ട് അഡ്വക്കേറ്റ്സ് ഒക്കെ മാറിയത് കൊണ്ട് ചിലപ്പോൾ ഒരു താമസം വന്നിട്ടുണ്ടാവാം. അത് അറിയിച്ച് ഈ കളക്ടറുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഒരു ആക്ഷൻ വരുമ്പോഴാണ് ആളുകൾ ബോധ്യപ്പെടുക. അപ്പോഴാണ് രാഷ്ട്രീയക്കാർ അറിയുക, അപ്പോഴാണ് പൊതുജനങ്ങൾ അറിയുക, അപ്പോഴാണ് ഇതിനൊക്കെ കാര്യങ്ങൾ വരുള്ളൂ. ഈ കേസ് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. പബ്ലിക് ഡൊമൈനിൽ നോക്കുന്ന സമയത്ത് കേരള ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഒരു ഡോക്യുമെന്റ് നമുക്ക് കാണുന്നില്ല. ഈ ചിലപ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ നമുക്ക് അറിയാമല്ലോ, നമ്മളുടെ ഈ റെഡ് ടാപ്സ് എന്ന് പറയുന്ന പോലെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഏതെങ്കിലും പേപ്പർ ഹൈവേ അതോറിറ്റി ആണെങ്കിലും റവന്യൂ അതോറിറ്റിയിലാണെങ്കിലും റോഡ് സേഫ്റ്റി റോഡിന്റെ ആളുകൾ അവരൊക്കെ ഇത് ജില്ലാ കളക്ടർമാരൊക്കെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇനിയിപ്പോൾ അവര് കാരണം ചീഫ് സെക്രട്ടറി നേരിട്ട് വരേണ്ട ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് അവർ ഈ കാര്യങ്ങൾ പഠിച്ച് ഒരു തീരുമാനം എടുക്കുമെന്നാണ്. ഇതോടുകൂടി രാഷ്ട്രീയക്കാരും എല്ലാവരും ഇതിനെക്കുറിച്ച് ഇതിനോട് പ്രതികരിച്ചു തുടങ്ങും. അതുപോലെ ബന്ധപ്പെടുന്ന ആളുകളെല്ലാം ഇതുമായിട്ട് മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിരന്തര സമരങ്ങളാണ് കേരളത്തിൽ നടന്നിരുന്നത്. അടുത്ത കാലത്ത് വരെ അത്തരം സമരങ്ങൾ കേരളം കണ്ടു. ഈ വിഷയത്തിൽ എങ്ങനെ പ്രതിരോധം തീർക്കും എന്ന കാര്യമാണ് ഇനി നോക്കിക്കാണേണ്ടത്. സർക്കാരിനും കൃത്യമായി ഉത്തരം സുപ്രീം കോടതിയിൽ നൽകേണ്ടി വരും. അതുകൊണ്ട് തന്നെ വലിയൊരു നിയമ പോരാട്ടം ഇനി കേരളം കാത്തിരിക്കുന്നു. ക്യാമറമാൻ ഇമ്രാൻ അൻസാരിയോടൊപ്പം ലാൽകുമാർ, മീഡിയ 1, ഡൽഹി.